നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച പാലക്കാടെത്തുമ്പോൾ പാലക്കാട്ടെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിന് സ്വീകരണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധ നടപടി തന്നെയാണ്. എന്നാൽ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാരും മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണം അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് DCC അതിനെതിരെ കടുത്ത നിലപാട് എടുക്കുമെന്നുള്ള സൂചനയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പൊട്ടിത്തെറി തന്നെ പാലക്കാട്ടെ കോൺഗ്രസിലുണ്ടാകും. കാരണം മറ്റൊന്നുമല്ല, ഷാഫി പറമ്പിലിനാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ ഇപ്പോഴും സ്വാധീനം. അവിടെ മറ്റു നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ഷാഫി പറമ്പിലിന് അത്ര സ്വാധീനം മറ്റ് നേതാക്കൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമ്പോൾ രാഹുലിന് സ്വീകരണം നൽകാനുള്ള നീക്കങ്ങളുമായി ഷാഫി വിഭാഗം മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിലെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ആരും സ്വീകരണത്തിനുണ്ടാകില്ലെന്നും, എന്നാൽ ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സംഘടനകൾ നൽകുന്ന സ്വീകരണം എന്ന പേരിലായിരിക്കും സ്വീകരണ യോഗം സംഘടിപ്പിക്കുക എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള സ്വീകരണ യോഗങ്ങളിൽ ഷാഫി പറമ്പിൽ അനുകൂലികളായ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതൃത്വത്തിന്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന സ്വീകരണ യോഗമാണ് അവിടെ ഏർപ്പാട് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം അവസാനിച്ച ശേഷം അടൂറുള്ള തൻ്റെ വീട്ടിലെത്തി അന്ന് രാത്രി തന്നെ ട്രെയിനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ച രാവിലെ പാലക്കാട്ടെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണം നൽകാൻ ഷാഫി വിഭാഗം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല, മണ്ഡലത്തിൽ പദയാത്ര ഉൾപ്പെടെയുള്ള ചില പരിപാടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓരോ ജനങ്ങളെയും നേരിട്ട് കാണുന്ന തരത്തിലുള്ള പരിപാടിയാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആസൂത്രണം ചെയ്യുന്നത്. 4-5 മാസമേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. പാലക്കാട്ടെ കോൺഗ്രസ് അല്ലെങ്കിൽ പാലക്കാട്ടെ MLA എന്നുള്ള നിലയിൽ തനിക്ക് ജനങ്ങളെ കാണാൻ അവകാശമുണ്ടെന്നും അതിനെ തടയാൻ ആർക്കും കഴിയില്ലെന്നുമുള്ള നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്, ഷാഫി പറമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രമുഖരായ ആളുകളെ നേരിട്ട് ചെന്ന് കാണാനും ജനങ്ങളെയായിട്ട് അഭിസംബോധന ചെയ്ത് ജനങ്ങളുടെ പാലക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാനുമൊക്കെ ഉള്ള പരിപാടികൾ ഷാഫിയും രാഹുലും ചേർന്ന് അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഓരോ മണ്ഡലം കമ്മിറ്റി കീഴിലും സ്വീകരണം ഏർപ്പാടാക്കിയെന്നും പറയുന്നുണ്ട്. കാരണം സ്വീകരണം നൽകുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കില്ല, മറ്റു പല സംഘടനകളുടെ പേരിലായിരിക്കും സ്വീകരണങ്ങൾ ഏർപ്പാടാക്കുക. അപ്പോൾ പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ പാലക്കാട് DCCയെ നിശബ്ദരാക്കി നിർത്തിക്കൊണ്ട് രാഹുലിൻ്റെ ഒരു 2ാം തേരോട്ടം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്താനാണ് ഷാഫിയും സംഘവും ആലോചിക്കുന്നത്. അതിനുള്ള കാര്യപരിപാടികളെല്ലാം അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ CPM DYFI രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ വെച്ച് തടയുമെന്നുള്ള ശ്രുതിയും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ തടഞ്ഞാൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്നും ആ സംഘർഷം രാഹുലിന് അനുകൂലമായി തീരുമെന്നുമാണ് ഇപ്പോൾ ഷാഫി വിഭാഗം കരുതുന്നത്. DYFIക്കാരോ SFIക്കാരോ പാലക്കാട് രാഹുലിനെ തടഞ്ഞാൽ അത് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് രാഹുലിൻ്റെ പൊതുജനാഭിപ്രായം രാഹുലിൻ്റെ അനുകൂലമാക്കാൻ അത് ഉപകരിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ കരുതുന്നത്. ഷാഫി പറമ്പിലിനെയും രാഹുലിനെയും അനുകൂലിക്കുമെന്ന് കരുതുന്നത്. അതുകൊണ്ട് CPMഉം രാഹുലിൻ്റെ നീക്കങ്ങൾ സശസ്ത്രം വീക്ഷിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു CPM അംഗം അല്ലെങ്കിൽ ഒരു DYFIയോ അല്ലെങ്കിൽ SFIയോ ഒന്നും രാഹുലിൻ്റെ കാറിനൊരു കല്ലെടുത്തെറിഞ്ഞാൽ ഒരു പൊട്ടൽ പോലും ഉണ്ടായാൽ അത് രാഹുലിനെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ മറ്റു രീതിയിലേക്ക് തിരിച്ചുവിടുകയും CPM അവിടെ പ്രതിരോധത്തിലാവുകയും ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് CPM അതീവ ശ്രദ്ധയോടെ അതീവ സൂക്ഷ്മമായാണ് രാഹുലിൻ്റെ പാലക്കാട്ടേക്കുള്ള 2ാം വരവിനെ കാണുന്നത്.